നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹിന്ദു വിവാഹ നിയമം, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതിൽ വന്ന ലേറ്റസ്റ്റ് സുപ്രീം കോടതി വിധി, ഇതൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ അഥവാ കാണാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ വളരെ ബ്രീഫായിട്ട് ഞാൻ അവരോട് പറയാം. 2 പൈലറ്റുമാർ, കൊമേഴ്ഷ്യൽ പൈലറ്റുമാർ, ഡോളിയും ചഞ്ചലും, അവർ തമ്മിൽ വിവാഹം കഴിച്ചു, രജിസ്റ്റർ ചെയ്തു. പക്ഷേ ചടങ്ങുകൾ നടത്തിയില്ല. ചടങ്ങൊക്കെ നമുക്ക് പിന്നെ നടത്താമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ഈ വെപ്രാളം പിടിച്ച് ഓടിപ്പോയൊരു കല്യാണമുണ്ടല്ലോ, പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിന്, വിസയുടെ ആവശ്യത്തിനൊക്കെ നടത്തുന്ന പോലെ ഒരു കല്യാണം. പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 പേരും തമ്മിൽ തെറ്റി, 2 വീട്ടുകാർ തമ്മിലും തെറ്റി. ഉടനെ വിവാഹമോചനത്തിന് ഫയൽ ചെയ്തു. വിവാഹമോചനത്തിന് ഫയൽ ചെയ്ത് ഭർത്താവ് അയാളുടെ സ്ഥലത്ത് ഫയൽ ചെയ്തു. ഭാര്യ പറഞ്ഞ് എനിക്ക് അവിടെ വരാൻ സൗകര്യമില്ല, ആ കേസ് ഇങ്ങോട്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ട് സുപ്രീം കോടതിയിൽ വന്നു. ഇതാണ് പ്രശ്നം. സുപ്രീം കോടതി വിധി പറഞ്ഞു, ഇങ്ങനൊരു വിവാഹം നടന്നിട്ടേ ഇല്ല, കാരണം ചടങ്ങുകൾ നടന്നിട്ടില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, രജിസ്ട്രാർ എഴുതിയും തന്നു, കാര്യമൊക്കെ ശരി. പക്ഷേ ചടങ്ങുകളില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ 2 പേരും ഹിന്ദുക്കളായ സ്ഥിതിക്ക് ഹിന്ദു വിവാഹ നിയമപ്രകാരം നിങ്ങളുടെ വിവാഹം നടന്നിട്ടേ ഇല്ല. അതുകൊണ്ട് സമാധാനമായിട്ട് 2 പേരും വീട്ടിൽ പൊക്കുമെന്ന് പറഞ്ഞു വിട്ടു. ഇതാണ് ഈ കേസിൻ്റെ രത്നച്ചുരുക്കം. പക്ഷേ അതിനുശേഷം കോടതി നടത്തിയ നിരീക്ഷണങ്ങളാണ് വിവാദങ്ങൾക്കും ആശങ്കയ്ക്കും ഇടവന്നത്. കോടതി അതിൽ പറഞ്ഞു, ഹിന്ദു മാരേജ് ഈസ് എ സാക്രമെൻറ്റ് ആൻഡ് ഹാസ് എ സേക്രഡ് ക്യാരക്ടർ. ഹിന്ദു വിവാഹം എന്ന് പറയുന്നത് പവിത്രമായൊരു ചടങ്ങാണ്. അതിന് അതിൻ്റെ സ്വന്തമായ ഒരു പവിത്രതയുണ്ട്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സപ്തപതി ഇൻ എ ഹിന്ദു മാരേജ്, 7 ചുവട് വയ്ക്കുക എന്ന ഹിന്ദു മാരേജസിലെ ഒരു ചടങ്ങ് മാത്രം സുപ്രീം കോടതി അനലൈസ് ചെയ്യുന്നു. ഋഗ്വേദത്തിൽ സുപ്രീം കോടതി പറയുകയാണ്, ഋഗ്വേദത്തിൽ പറയുന്നത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ 7th സ്റ്റെപ്പ്, 7ാമത്തെ ചുവട് വെച്ചതിന് ശേഷം ഭർത്താവ് ഭാര്യയോട് പറയുന്നു, വിത്ത് 7 സ്റ്റെപ്സ് വി ഹാവ് ബിക്കം ഫ്രണ്ട്സ്, സഖ. ഈ 7 ചുവട് വെച്ചതിലൂടെ ഞാനും നീയും സഖാക്കളായി തീർന്നിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് സഖാക്കളല്ല കേട്ടോ, സുഹൃത്തുക്കൾ. ഈ സഖായാണ് കമ്മ്യൂണിസ്റ്റുകാരെടുത്ത് സഖാവ് എന്നാക്കിയത്. അത് പോട്ടെ, അത് വേറൊരു കാര്യം. മേ ഐ അറ്റൈൻ ടു ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദീ, മേ ഐ നോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ദൈ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ നീയുമായിട്ടുള്ള ഈ സൗഹൃദം തുടരട്ടെ, ഞാൻ നീയുമായിട്ട് പിരിയാൻ ഇടവരാതിരിക്കട്ടെ. എ വൈഫ് ഈസ് കൺസിഡേർഡ് ടു ബി ഹാഫ് ഓഫ് വൺ സെൽഫ്, അർദ്ധാംഗിനി. ഭർത്താവിൻ്റെ പകുതി ശരീരമാണ് ഭാര്യ എന്നാണ് സങ്കല്പം. അർദ്ധാംഗിനി എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ബട്ട് ടു ബി അക്സെപ്റ്റഡ് വിത്ത് ആൻ ഐഡൻറ്റിറ്റി ഓഫ് ഹെർ ഓൺ ആൻഡ് ടു ബി എ കോ ഈക്വൽ പാർട്ട്ണർ ഇൻ ദ മാരേജ്. ഇത് ചെയ്യുന്നത്, അർദ്ധാംഗിനി എന്ന് പറയുന്നത്, ആ വിവാഹത്തിൽ പകുതി റോളും പകുതി അവകാശം, പകുതി ചുമതല, പകുതി ഉത്തരവാദിത്വം ഭാര്യയ്ക്കാണ് എന്നുകൂടെ വരാൻ വേണ്ടിയിട്ടാണ്. ഭർത്താവിന് ഭാര്യയുടെ മേൽ അവകാശമൊന്നുമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിന് മേൽ അവകാശമൊന്നുമില്ല. 2 പേർക്കും തുല്യ അവകാശമാണ്. ഒരു പകുതി മറ്റേ പകുതിയിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും വേറിട്ടതല്ല. അപ്പോൾ പകുതി ശരീരം, പകുതി മനസ്സ്, പകുതി ആത്മാവ് എല്ലാം പകുതിയാക്കിയിട്ട് ഒരാൾ മറ്റേ ആൾക്ക് കൊടുക്കുന്നു. അപ്പോൾ തൻ്റെ പാതി മറ്റേ ആളായിട്ട് മാറുന്നു. ഇതാണ് സങ്കല്പം. ദർ ഈസ് നത്തിങ് ലൈക്ക് എ ബെറ്റർ ഹാഫ് ഇൻ എ മാരേജ്, ബട്ട് ദ സ്പൗസസ് ആർ ഈക്വൽ ഹാവ്സ് ഇൻ എ മാരേജ്. ഇംഗ്ലീഷിൽ ഭാര്യയെ ബെറ്റർ ഹാഫ് എന്ന് പറയുമല്ലോ. ഈ ബെറ്റർ ഹാഫ് എന്ന് പറയുന്ന സങ്കല്പം ഭാരതത്തിലില്ല. ഒരാൾ മറ്റൊരാളെക്കാൾ ബെറ്റർ അല്ല. ഈക്വൽ ഹാഫ് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ദർ ഈസ് നത്തിങ് ലൈക്ക് എ ബെറ്റർ ഹാഫ് ഇൻ എ മാരേജ്, ബട്ട് ദ സ്പൗസസ് ആർ ഈക്വൽ ഹാവ്സ് ഇൻ എ മാരേജ്. ഇൻ ഹിന്ദു ലോ, മാരേജ് ഈസ് എ സാക്രമെൻറ്റ് ഓർ എ സംസ്കാര, ഒരു സംസ്കാരമാണ്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ എ ന്യൂ ഫാമിലി. ഒരു പുതിയ കുടുംബത്തിൻ്റെ അടിത്തറയാണ് വിവാഹം. ഇതാണ് ഭാരതീയമായ സങ്കല്പം, നിയമത്തിലുള്ള സങ്കല്പം, ഹിന്ദു മാരേജസ് ആക്റ്റിലുള്ള നിയമത്തിലെ സങ്കല്പം. With the passage of centuries and the enactment of the Act,
Monogamy is the only legally approved form of relationship between a husband and a wife. Monogamy, ഏകപത്നീവ്രതം, ഏകഭർത്തൃവ്രതം, ഇതാണ് ഹിന്ദു മാരേജസ് ആക്ടിൻ്റെ കഴമ്പ്. ഇയാൾ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം വയ്ക്കാൻ പാടില്ലെന്നും അങ്ങനെ ചെയ്താൽ അത് നിയമവിരുദ്ധമാണെന്നും ഈ സ്ത്രീ മറ്റൊരാളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ലെന്നും അങ്ങനെ ചെയ്താൽ അതും നിയമവിരുദ്ധമാകുമെന്നും ഒരാൾക്ക് ഒരാൾ ഒരു വിവാഹമേ പാടുള്ളൂ എന്നും മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ ഈ വിവാഹം ഡിസോൾവ് ചെയ്തിട്ട് വേണമെന്നും എല്ലാം നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് നമ്മളുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സംസ്കാരം വിട്ട് വെറുതെ എന്തെങ്കിലും നിയമത്തിൽ എഴുതി വച്ചിരിക്കുകയല്ല. സംസ്കാരം നിയമത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. With the passage of centuries and the enactment of the Act, monogamy is the only legally approved form of relationship between husband and wife. The Act has categorically discarded polyandry and polygamy and all other such types of relationships. ആക്ട് സ്പെസിഫിക്കലി നിരോധിക്കുന്നു. ഏതിനെ? ബഹുഭാര്യാത്വത്തിനെ, ബഹുഭർത്തൃത്വത്തിനെ, മറ്റ് രീതിയിലുള്ള ബന്ധങ്ങളെപ്പോലും ആക്ട് നിരോധിച്ചിരിക്കുന്നു. മറ്റ് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരാളെ കല്യാണം കഴിക്കൽ മാത്രമല്ല, കല്യാണം കഴിക്കാതെയും ബന്ധം തുറന്നു പോകാമല്ലോ. അങ്ങനെയും ചെയ്യുന്നവരുണ്ടല്ലോ. രഹസ്യമായിട്ടും അല്ലാതെയും. ചിലർ രഹസ്യമായിട്ട് ചെയ്യും, ഭാര്യയെ പേടിയുള്ളവർ. ഭാര്യയെ പേടിയില്ലാത്തവരോ പരസ്യമായിട്ട് തന്നെ മറ്റൊരു സ്ത്രീയുടെ കൂടെ പോകും. ഭാര്യ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യയെ തല്ലും, ഒറ്റ അടി വെച്ച് കൊടുക്കും. എന്ത് ചെയ്യും ഭാര്യ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഭാര്യമാരുടെ ഒരു പ്രയാസം. ഇയാൾ എന്നെ തല്ലി എന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടാൻ പറ്റുമോ? അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ മാനം പോകുന്നത് ഭാര്യയുടെ തന്നെയാണ്. ഇതുപോലെയുള്ള കുഴപ്പങ്ങളിൽ ഭാര്യമാർ പെട്ട് ശ്വാസം മുട്ടാതിരിക്കാനാണ് നിയമത്തിൽ ഈ വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. ആ വ്യവസ്ഥ ഭാര്യമാർ ഉപയോഗിക്കുകയും വേണം. ഭർത്താവ് തോന്നിവാസം നടക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഭാര്യമാർ ഉപയോഗിക്കണം. ഉപയോഗിച്ചാൽ മാത്രമേ സമൂഹത്തിന് നിലനിൽപ്പുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ താൻ ഒരു വ്യക്തിത്വമുള്ള ആളാണ് എന്ന് തെളിയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മൊത്തം സമൂഹത്തിന് ഒരു മെസ്സേജ് കൂടെ ആ ഭാര്യ കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ ഭർത്താവിൻ്റെ കേസിൽ ഭാര്യ തോന്നിവാസം നടക്കുകയാണെങ്കിൽ ഭർത്താവും ഉറപ്പായിട്ട് ഈ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യണം.